പ്രതിപക്ഷ ഉപനേതാവ് വിഷയത്തിൽ CPM-CP ചർച്ച പരാജയപ്പെട്ടതോടെ നിലപാട് ശക്തിപ്പെടുത്തി മുന്നണികൾ. ഉപനേതാവ് സ്ഥാനം CPM-ന് തന്നെയെന്ന് സെക്രട്ടറി MV ഗോവിന്ദൻ പറയുമ്പോൾ കീഴ്വഴക്കം മാറ്റാൻ തയ്യാറാകണമെന്ന് CP സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിയുടെ കനത്ത പരാജയത്തിന് പിന്നാലെ മുന്നണിയിൽ ശക്തമായ വിള്ളലുണ്ടാക്കുന്നതിലേക്കാണ് CPI-യുടെ നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതാവ് പദവി വേണമെന്ന ആവശ്യം നീങ്ങുന്നത്. CPI-ക്ക് പ്രതിപക്ഷ ഉപനേതാവ് പദവി നൽകാനാകില്ലെന്ന നിലപാടിൽ നിന്നും ഒരു ഇഞ്ച് പോലും പിൻവാങ്ങാൻ ഇരു പാർട്ടികളുമായി നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തയ്യാറായില്ല. സ്ഥാനമുണ്ടായ കാലം മുതൽ അത് കൈവശം വെക്കുന്നത് CPM ആണെന്ന് അദ്ദേഹം ചർച്ചയിൽ പറഞ്ഞു. പദവി ലഭിച്ചില്ലെങ്കിൽ വിഷമകരമായ മറ്റു തീരുമാനങ്ങളിലേക്ക് പോകേണ്ടി വരുമെന്ന സൂചനയും ചർച്ചയിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം MV ഗോവിന്ദന് നൽകി. മുന്നണിയുടെ അർത്ഥം മനസ്സിലാക്കാൻ CPM-ന് കഴിയുന്നില്ല. കീഴ്വഴക്കം മാറ്റണമെന്നും ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു. CPM നിലപാട് നിൽക്കുന്നു. രണ്ട് പാർട്ടികൾക്കും ഒരു മാറ്റവുമില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ CPI നിലപാടിൽ CPI നിൽക്കുന്നു, CPM നിലപാട് CPM നിൽക്കുന്നു. CPM ബന്ധത്തെ പറ്റി ഞങ്ങൾക്ക് നിലപാടുണ്ട്. LDF-ൽ അതിൻ്റെ താല്പര്യങ്ങൾക്ക് ആ രാഷ്ട്രീയത്തിന് എത്രമാത്രം പ്രാധാന്യം CPI കൊടുക്കുന്നുണ്ടോ അത്രയും പ്രാധാന്യം CPM കൊടുക്കേണ്ടതാണ്. CPI-യുടെ 8-ഉം RJD-യുടെ 1-ഉം ഉൾപ്പെടെ 35 അംഗങ്ങളാണ് LDF-ന് നിയമസഭയിലുള്ളത്. മുന്നണി മര്യാദയുടെ ഭാഗമായി K. രാജനെ പ്രതിപക്ഷ ഉപനേതാവാക്കണമെന്നാണ് CPI ആവശ്യം. അനുകൂല തീരുമാനം ഉണ്ടാകുന്നതുവരെ പാർലമെന്ററി പാർട്ടി യോഗം വിളിക്കരുതെന്നും CPI ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിയമസഭയിൽ മുന്നണി മാറി ഒറ്റ ബ്ലോക്കായി ഇരിക്കണമെന്നും വേണ്ടെന്നും ഉൾപ്പെടെയുള്ള അഭിപ്രായങ്ങളും പാർട്ടിക്കുള്ളിൽ ഉയർന്നതായാണ് സൂചന. അടുത്ത ദിവസം നടക്കുന്ന CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ CPM-ന്റെ നിഷേധ നിലപാട് ചർച്ചയായേക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.